ഇന്ന് പലരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് കാല് തുടയിലെ രണ്ട് ഭാഗവും ചോർച്ചൽ, അവിടെ കറുത്ത് പോകുന്നത്, അതുപോലെ കക്ഷത്തിലെ കറുപ്പ്, ബ്രസ്റ്റിൻ്റെ അടിഭാഗം കറുപ്പ്, ചോർച്ചൽ. ഇവയ്ക്ക് നല്ല ഒരു മരുന്ന് ഞങ്ങളെ സിസ്റ്റത്തിൽ ഉണ്ട്. അത് പറയാൻ വേണ്ടിയാണ്. അത് വർഷങ്ങളായിട്ട് ചിലർക്കുണ്ട്. ചിലർക്ക് മരുന്ന് കഴിക്കുമ്പോൾ മാറുന്നുണ്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരുന്നുണ്ട്. ഇത് വരാൻ പല കാരണങ്ങളാണ്. പലരിലും നമ്മുടെ ബോഡി വെയ്റ്റ് കൂടുന്നത് കാരണം, കാലിൻ്റെ വലിപ്പം കൂടുന്നത് കാരണം തുടയിടുക്കിലെ എയർ സർക്കുലേഷൻ കുറയുകയും അതിലെ കൂടെ അവിടെ കൂടുതലായിട്ട് വിയർക്കുകയും, അതും കൂടാതെ എലാസ്റ്റിക് മുതലായ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതാലും കാരണവും ഈ കാലിടുക്കലെ കറുപ്പും ചോർച്ചലും പലരിലും കണ്ടുവരുന്നു. അതുമാത്രമല്ല, വയറ് ചുറ്റി, ഇടുപ്പ് ചുറ്റിയും ആ കറുപ്പ് പലരിലും കണ്ടുവരുന്നു. അസഹ്യമായ ചൊറിച്ചൽ. ഇത് കാരണം അവർക്ക് ഓഫീസുകളിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. രാത്രിയാണെങ്കിൽ ഇത് കാരണം ഉറക്കം കിട്ടാത്ത ഒരവസ്ഥ. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്ന കാലിടുക്കിലെ ചൊറിച്ചലും ആ കറുത്ത കളറും. ഇത് കാരണം ആൾക്കാരിൽ വളരെ വിഷമങ്ങളുണ്ടാകുന്നുണ്ട്. ഇത് മാറ്റാൻ വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് ഞങ്ങളെ സിദ്ധയിലുള്ള സ്കിൻ ക്യൂർ എന്ന് പറയുന്ന ഒരു എണ്ണ. ഒരു മരുന്നും കഴിക്കേണ്ട. ഈ ഓയിൽ വെറുതെ പുരട്ടുക, ദിവസം 3-4 പ്രാവശ്യം പുരട്ടുക. മാത്രമല്ല, ചൊറിച്ചിൽ വരുമ്പോൾ ഒന്നുകൂടി പുരട്ടുക. പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ കാലിടുക്കിലെ ചൊറിച്ചൽ, കക്ഷത്തിലെ ചൊറിച്ചൽ, അതുപോലെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തിലുള്ള ചൊറിച്ചൽ, കാല്, കണ്ണ് ഭാഗത്തുള്ള ചൊറിച്ചൽ, കറുപ്പ്, ഇവയെല്ലാം എളുപ്പത്തിൽ ഇതുകൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം ആൾക്കാരിൽ ചെയ്യേണ്ടതായ ചില പ്രധാന കാര്യങ്ങൾ: കഴിയുന്നതും അവർ മീൻ ഒഴിവാക്കുക. മീൻ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ മീനിൽ ഹിസ്റ്റമിൻ ലെവൽ കൂടുതലാണ്. ഹിസ്റ്റമിൻ ലെവൽ ബോഡിയിൽ, ബ്ലഡിൽ കൂടുമ്പോൾ തീർച്ചയായിട്ടും ചൊറിച്ചിലുണ്ടാവും. മീൻ, തൈര്, അച്ചാറുകൾ ഇതെല്ലാം ഒഴിവാക്കുന്നത് നന്നതായിരിക്കും. എണ്ണ 3-4 പ്രാവശ്യം പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. പക്ഷേ മാറിയാലും കുറച്ച് കഴിഞ്ഞ് അത് ചിലർക്ക് തിരിച്ച് വരുന്ന ഒരു സാധ്യത ഉള്ളതിനാൽ ഈ അസുഖം മാറിയാലും കുറച്ച് കാലത്തേക്ക് ഈ ഓയിൽ തുടർന്നും പുരട്ടുക. അങ്ങനെ തുടർന്ന് പുരട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത്, കാരണം ഇത് റെക്കറൻസ് ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് കുറച്ച് കാലം കൂടെ ഇത് പുരട്ടിയാൽ പിന്നെ ഇത് തിരിച്ച് വരത്തില്ല. സാധാരണഗതിയിൽ ഇവർ ഇതുപോലെ ചൊറിച്ചിൽ വരും, ഡോക്ടേഴ്സെ കാണിക്കും, അവരെന്തെങ്കിലും ക്രീമും ഗുളികയും കൊടുക്കും, പെട്ടെന്ന് മാറും. അതോടെ കൂടെ അവർ മരുന്ന് നടത്തും. 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പഴയതെക്കാളും ഇരട്ടിയായിട്ട് ഇത് വരും. വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓയിൽ, ഈ സ്കിൻ ക്യൂർ ഓയിൽ തുടർന്ന് പുരട്ടുക. തുടർന്ന് 1-2 മാസം പുരട്ടിയാലും കുഴപ്പമില്ല, പിന്നെ വരത്തില്ല. അത് റൂട്ട് ഔട്ടായി കംപ്ലീറ്റ് ഇല്ലാതായി പോകും. നമുക്ക് സ്കിന്നെന്ന് പറയുന്നത് പുറം ഭാഗം മാത്രമല്ല, സ്കിന്ന് കുറച്ച് തിക്കുള്ളതാണ്. സ്കിന്നിനകത്ത് അതിൻ്റെ വേരുഭാഗങ്ങൾ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾ കൂടി ഈ സെയിം ഓയിൽ പുരട്ടിയാൽ മതി. പൂർണ്ണമായിട്ടും മാറും എന്നുള്ളത് ഒരു ഉറപ്പാണ്. അതിൽ ഒരു സംശയവും വേണ്ട. എല്ലാവരും ചെയ്യേണ്ടതാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇപ്പോൾ ഉണ്ട്. ചിലത് പുറത്ത് പറയാൻ മടിച്ചിരിക്കും. ഇത് ചിലപ്പോൾ ഇൻഫെക്റ്റഡായി ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വൈഫ്, മക്കൾക്ക് പോലും വരുന്നുണ്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ. അതുകൊണ്ട് എത്രയും വേഗം മാറ്റേണ്ടതായ ഒരു അസുഖം കൂടിയാണ് ഈ കാല് ഇടുക്കിലെ അല്ലെങ്കിൽ തുടയിലെ വരുന്ന ഈ ചൊറിച്ചലും ഈ കറുത്ത കളറും. അതിന് സ്കിൻ ക്യൂർ മാത്രം മതി, പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താം.